നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത 2 സീറ്റുകളുള്ള സുഖോയ് Su-57 സ്റ്റെൽത്ത് യുദ്ധവിമാനം റഷ്യ പുറത്തിറക്കിയിരിക്കുകയാണ്. റഷ്യ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിൽ നമുക്കെന്താണ് കാര്യമെന്ന് സ്വാഭാവികമായും തോന്നുകയുണ്ടാകും. എന്നാൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് റഷ്യ ഈ യുദ്ധവിമാനം പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. 5ാം തലമുറയിൽപ്പെട്ട Su-57 യുദ്ധവിമാനത്തിൻ്റെ 2 സീറ്റുകളുള്ള ഈ വിമാനത്തിന് Su-57D എന്നാണ് പേരിട്ടിരിക്കുന്നത്. പണ്ട് നിർത്തിവെച്ച ഇന്ത്യ റഷ്യ സംയുക്ത പദ്ധതിയായ 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ FGFAയുടെ തുടർച്ചയായിട്ടാണ് ഈ പുതിയ വിമാനത്തെ വിദേശ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. വിമാനത്തിന്റെ രൂപകൽപ്പനയിൽ ഇന്ത്യയുടെ പ്രത്യേക താൽപ്പര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് റഷ്യൻ വ്യോമയാന മേഖലയിലെ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. റഷ്യൻ പൊതുമേഖലാ സ്ഥാപനമായ റോസ്റ്റെക് സ്റ്റേറ്റ് കോർപ്പറേഷന്റെ ഭാഗമായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ 2 സീറ്റുകളുള്ള മൾട്ടി റോൾ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57Dയുടെ പരീക്ഷണ പറക്കലുകൾ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഏറ്റവും ആധുനികവും അത്യാധുനിക ശേഷിയുള്ളതുമായ യുദ്ധവിമാനമാണ് Su-57. റഷ്യൻ വ്യോമസേനയുമായി അടുത്ത ബന്ധമുള്ള ഫൈറ്റർ ബോംബർ ടെലിഗ്രാം ചാനലിലാണ് ഇതിന്റെ ചിത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. സുഖോയ് ഡിസൈൻ ബ്യൂറോ ചീഫ് പൈലറ്റും ഹീറോ ഓഫ് റഷ്യ ബഹുമതി ജേതാവുമായ സെർജി ബോഗ്ദാനാണ് ഈ വിമാനം ആദ്യമായി പറത്തിയത്. രണ്ടാമതൊരു പൈലറ്റിനു കൂടി ഇരിക്കാൻ പാകത്തിൽ വലിപ്പം കൂട്ടിയ കോക്പിറ്റും നീളമേറിയ കാതലായ ഭാഗവുമാണ് പുറത്തു വന്ന ചിത്രത്തിലുള്ളത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് 30 MKI വിമാനങ്ങളിലെ കോക്പിറ്റ് മാതൃകയിലാണ് ഇതിൻ്റെ മുൻഭാഗവും നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾ ഈ വിമാനത്തിൽ ഘടിപ്പിക്കാനുള്ള സൗകര്യവും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം ഡിസൈനിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. വിമാനത്തിനുള്ളിൽ കൊള്ളുന്ന ഇന്ധനത്തിൻ്റെ അളവ്, പറക്കലിൻ്റെ കൃത്യത, ശത്രു റഡാറിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശേഷി തുടങ്ങിയ കാര്യങ്ങളിൽ ഈ പുതിയ വിമാനത്തിൻ്റെ പ്രകടനം എങ്ങനെയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കേവലം പരിശീലനത്തിനുള്ള വിമാനം മാത്രമല്ല ഇത്. യുദ്ധമുഖത്ത് ഡ്രോണുകളെയും മറ്റു വിമാനങ്ങളെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു എയർബോൺ കമാൻഡ് സെൻ്ററായിട്ടാണ് ഇരട്ട സീറ്റുള്ള Su-57 പ്രവർത്തിക്കുക എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. വിമാനത്തിൻ്റെ പിൻസീറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് ഒക്കോട്ടിക്സ് പോലുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളെ യുദ്ധമുഖത്ത് നിയന്ത്രിക്കാനുള്ള ചുമതലയായിരിക്കും ഉണ്ടായിരിക്കുക. മുൻപ് FGFA പദ്ധതിയിൽ നിന്ന് ഇന്ത്യ പിന്മാറാൻ കാരണം റഷ്യയുമായിട്ടുള്ള തർക്കമായിരുന്നു. 2 സീറ്റുകളുള്ള വിമാനം വേണമെന്ന ഇന്ത്യയുടെ ആവശ്യവും ഒറ്റ സീറ്റുള്ള വിമാനം മതിയെന്ന റഷ്യയുടെ വാശിയുമായിരുന്നു അന്ന് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയം. തുടർന്ന് 2018-ൽ ഇന്ത്യ ഈ പങ്കാളിത്തത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുകയാണ് ഉണ്ടായത്. പിന്മാറിയതിനു ശേഷം സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന പദ്ധതിക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് സജ്ജമാകാൻ 2034-35 വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഈ സാഹചര്യത്തിൽ Su-57 ഇന്ത്യയ്ക്കൊരു മികച്ച പകരക്കാരനാകുമെന്നാണ് റഷ്യയുടെ വാദം. സാങ്കേതികവിദ്യ കൈമാറാനും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി ഈ വിമാനങ്ങൾ നിർമ്മിക്കാനും റഷ്യ തയ്യാറായതുകൊണ്ട് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഓപ്ഷനായിട്ടാണ് ഇപ്പോൾ Su-57 വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ Su-57 2 സീറ്റുകളുള്ള പുതിയ പതിപ്പ് പുറത്തിറക്കിയത് ഈ വിമാനത്തോടുള്ള ഇന്ത്യയുടെ താൽപ്പര്യം ഇനിയും വർദ്ധിപ്പിക്കും. Su-57 വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുകയും അയൽ രാജ്യങ്ങളായ എതിരാളികൾക്ക് മേൽ വലിയൊരു മേധാവിത്വം ഉറപ്പിക്കുകയും ചെയ്യും. നിലവിൽ പരീക്ഷണ പറക്കലുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ വിമാനം മാറ്റങ്ങൾ വരുത്തിയ പ്രോട്ടോടൈപ്പ് മോഡലാണെന്നാണ് റിപ്പോർട്ടുകൾ. സങ്കീർണമായ ആക്രമണ ദൗത്യങ്ങൾക്കും സെൻസറുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഡ്രോണുകളെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ തന്നെയായി 2 സീറ്റുകളുള്ള യുദ്ധവിമാനങ്ങൾക്കാണ് ഇന്ത്യൻ സൈന്യം എപ്പോഴും മുൻഗണന നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 2 സീറ്റർ മോഡൽ ലഭ്യമായതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ ഓഫർ ഇന്ത്യക്ക് കൂടുതൽ ആകർഷകമായും നിലവിൽ തോന്നുന്നുണ്ട്.